ഫോർ ഡോട്ട് വിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ സിനിമയിലും ഇന്ത്യൻ സാഹിത്യത്തിലും ഏറെ പ്രശസ്തനായ പത്തനംതിട്ട ജില്ലയിലെ നെടുങ്ങാടപ്പള്ളി എന്ന ഗ്രാമത്തിൻ്റെ അഭിമാനമായ ശ്രീ ബിനു എബ്രഹാമിനെ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും പ്രഗത്ഭമായ പ്രശസ്തമായ സെല്ലിലൂടെ പോലുള്ള സിനിമകൾക്ക് സംഭാഷണം എഴുതുകയും തിരക്കഥ എഴുതുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് താങ്കൾ. അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? സിനിമ എന്ന് പറഞ്ഞാൽ ഇതുവരെ 8 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ചില സിനിമകളിൽ കഥയുണ്ട്, കഥയായിട്ട് ചെയ്തു. ചിലതിൽ കഥ തിരക്കഥ സംഭാഷണമായിട്ട് വന്നിട്ടുണ്ട്. ചിലതിൽ തിരക്കഥയായിരിക്കാം, ചിലതിൽ സംഭാഷണമായിരിക്കാം. അങ്ങനെ ഈ വിവിധ വിഭാഗങ്ങളിൽ 8 സിനിമകൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ സിനിമ എന്നത് എന്നെ സംബന്ധിച്ച് കുട്ടിക്കാലം മുതലേ വലിയൊരു ഒരു പാഷനായിരുന്നു, ഒരു അഭിനിവേശമായിരുന്നു. ഈ എഴുത്തിലേക്ക് വരിക എന്ന് പറയുന്ന പോലെ തന്നെ കഥയും നോവൽ എഴുതണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തിരക്കഥാകൃത്താകണം എന്നുള്ളത് തിരക്കഥ സിനിമയിൽ ആംബിഷനായിരുന്നു. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് അന്ന് തന്നെ സിനിമകൾ അന്ന് ആ കാലങ്ങളിൽ ഈ അടുത്ത വീടുകളിൽ നിന്നുള്ള നമ്മുടെ ഇപ്പോൾ അടുത്ത വീട്ടിൽ എന്ന് പറഞ്ഞാൽ കോഴികുന്നം ആ വീട്ടിലുള്ള അവിടുത്തെ ബേബിച്ചായൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമൊക്കെ ആയിരുന്നു നമ്മുടെ എല്ലോറ ബേബി എന്ന് പറയുന്ന ബേബി എല്ലോറ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഫോട്ടോഗ്രാഫറായിട്ടുള്ള അദ്ദേഹമൊക്കെ ഇതിൽ നിന്നൊക്കെ ധാരാളം സിനിമാ മാസികകളൊക്കെ അന്ന് നമ്മുടെ പക്കലേക്ക് എത്തിക്കൊണ്ടിരുന്ന സിനിമാ മാസികകളും അക്കാലങ്ങളിലുള്ള എല്ലാ സിനിമാ മാസികകളും അങ്ങനെ വരുന്നു. പിന്നെ ഞാൻ ഈ സിനിമ നോട്ടീസുകൾ ഗ്രാമങ്ങളിലൊക്കെയുള്ള നമ്മുടെ ഈ കറിച്ചാലും മല്ലപ്പള്ളിയിലും ഒക്കെയുള്ള തിയേറ്ററുകളിൽ നിന്നുള്ള സിനിമാ നോട്ടീസുകൾ അത് മൊത്തം അന്ന് ശേഖരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ വെള്ളിയാഴ്ചയും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിനിമ എന്ന് പറയുന്നത് വലിയൊരു മോഹം തന്നെയായിരുന്നു. അത് എനിക്ക് അറിഞ്ഞുകൂടാന്ന് ഏത് രീതിയിൽ അത് പ്രവർത്തിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എഴുതണം, തിരക്കഥാകൃത്താകണമെന്നൊക്കെയുള്ള അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു തിരക്കഥ എന്ന രീതിയിൽ ഒരു 2-3 കടലാസുകളിൽ കുറിച്ചിടുന്നത് പോലും ഓർക്കുന്നുണ്ട്. എന്തൊക്കെയോ 4-5 ഒക്കെ പഠിക്കുമ്പോൾ. എന്തായിരുന്നാലും പിൽക്കാലത്ത് അതിനുള്ളൊരു സൗഭാഗ്യമുണ്ടായി. അത് ഭരതൻ പത്മരാജൻ ടീമിൻ്റെ രതിനിർവേദം, പഴയ ക്ലാസിക്കായിട്ടുള്ള രതിനിർവേദം എന്ന സിനിമ, അത് TK രാജീവ് കുമാർ പുനരാവിഷ്കരിച്ചപ്പോഴാണ് അത് ആ സിനിമയുടെ അതിൻ്റെ പുതിയ വേർഷനിൽ ആ തിരക്കഥയുടെ പുതിയ ഭാഗം ചെയ്യാനായിട്ട് പത്മരാജൻ പണ്ട് എഴുതി വെച്ചതിൽ നിന്ന് പുതിയ കാലത്തേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള ആ മാറ്റങ്ങൾ അത് ആവിഷ്കരിക്കാനായിട്ട്. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത് രതിനിർവേദത്തിലൂടെ തുടർന്ന് തന്നെ അത് നിർമ്മിച്ചത് രേവതി കലാമന്ദിർ സുരേഷ് കുമാറാണ്. പ്രശസ്ത നിർമ്മാതായിട്ടുള്ള G. സുരേഷ് കുമാർ അദ്ദേഹം നിർമ്മിച്ച ചിത്രമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ അടുത്തത് ഉടൻ തന്നെ ഒരു റീമേക്ക് അദ്ദേഹം ചെയ്തു, ചട്ടക്കാരി. അതും ഒരു മലയാള സിനിമയിലെ നാഴികക്കല്ലായ ചിത്രമാണ്. K. സേതുമാധവൻ സംവിധാനം ചെയ്തിട്ടുള്ള മോഹൻ ലക്ഷ്മി ടീമിൻ്റെ ചട്ടക്കാരി എന്ന സിനിമ. അത് പമ്മൻ്റെ നോവലിനെ ആധാരമാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെയും പുതിയ വേർഷനിൽ ഈ പുനരാവിഷ്കാരത്തിൽ അതിൻ്റെയും തിരക്കഥ രചിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് മെല്ലെ സിനിമാ മേഖലയിലേക്ക് കടക്കുന്നതും. തുടർന്ന് ഇനി വളരെ ഒരു എണ്ണപ്പെട്ട 2 ചിത്രങ്ങൾ എന്ന് പറയാവുന്ന പർദീസ എന്ന് പറയുന്ന ചിത്രം, അത് R. ശരത്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് പർദീസ എന്ന സിനിമ. അപ്പോൾ ആ പർദീസ എന്ന സിനിമയിൽ അത് ഒരു ബേസിക് ത്രെഡ് തമ്പി ആൻ്റണി, അതിൻ്റെ നിർമ്മാതാവായും അതിലെ മുഖ്യ നടനുമായിട്ടുള്ള തമ്പി ആൻ്റണി വളരെ ബേസിക് ആയിട്ടുള്ളൊരു 3-4 വാചകങ്ങളിൽ പറയാവുന്ന ഒരു ത്രെഡ് പറഞ്ഞിരുന്നു. അതിൽ ഞാനൊരു കഥ വികസിപ്പിക്കുകയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതുകയും ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ക്രൈസ്തവ അന്തരീക്ഷത്തിലുള്ള ഒരു കഥയാണ്. അപ്പോൾ അതിൽ R. ശരത്ത് സംവിധാനം ചെയ്തു. നമ്മുടെ മേലുകാവ്, ഈരാറ്റുപേട്ട ആ പ്രദേശങ്ങളിലാണ് ഷൂട്ട് ചെയ്തത്. ശ്രീനിവാസൻ, ശ്വേതാ മേനോൻ, ജഗതി ശ്രീകുമാർ, തമ്പി ആൻ്റണി തുടങ്ങിയവരൊക്കെ അന്ന് പ്രശസ്ത നടന്മാരെ അഭിനയിച്ച ചിത്രമാണ്. അതിൽ ഒരു പ്രത്യേകത കൂടി ഉള്ളത്, അതിൽ ജഗതി ശ്രീകുമാർ അവസാനമായിട്ട് അമ്പിളിച്ചേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന ജഗതി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് അവസാനമായിട്ട് അഭിനയിച്ച് പൂർത്തിയാക്കിയ സിനിമയായിരുന്നു. ഇതിനുശേഷം 6 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്, അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടി നമ്മുടെ ഒരു ഓർമ്മ അതിനെ സംബന്ധിച്ചുണ്ട്. എന്തായാലും പർദീസ വളരെ കലാപരമായ മികവ് പുലർത്തിയ ചിത്രമായിരുന്നു. ആ ചിത്രം അത് ഇവിടുത്തേക്കാൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ അത് മെക്സിക്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ എനിക്കതിന് മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. പിന്നെ ആംസ്റ്റർഡാമിൽ അതിൻ്റെ എഡിറ്റർ സിനിമയുടെ എഡിറ്ററായ അജിത് കുമാറിന് അവിടെ ഒരു പുരസ്കാരം ലഭിച്ചു. അതിൻ്റെ സംവിധായകനായ ശരത്തിന് സാൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ചലച്ചിത്രമേളയിൽ സ്പെയിനിൽ അവിടെ ഒരു പരാമർശം ലഭിച്ചു. അങ്ങനെ അത് പുറം നാടുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഇപ്പോഴത് വീണ്ടും അത് പലയിടത്തും കാണുന്ന ഒരു യൂട്യൂബിലോ കാണുമ്പോഴേക്കാണ് അതിൻ്റെ ഇപ്പോൾ അന്ന് ഇവിടെ കേരളത്തിൽ അത് വേണ്ട വിധത്തെ പലരും ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് പലരും അതിനെപ്പറ്റിയുള്ള പല രീതികളിൽ മനസ്സിലാക്കുക, അതിൻ്റെ തലങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു പർദീസ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മലയാള സിനിമയിലെ പലതരത്തിലും ഉള്ള ഒരു നാഴികക്കല്ലായ ഒരു ചിത്രമെന്ന് പറയാം. പിന്നീട് വരുന്നതാണ് സെല്ലിലോയിഡ്. അത് എൻ്റെ നഷ്ടനായിക എന്ന നോവൽ. അതായത് മലയാള സിനിമയിലെ
ആദ്യ നായിക നടിയായ PK റോസിയും മലയാള സിനിമയുടെ പിതാവെന്ന് പറയുന്ന JC ഡാനിയലും അവരെ ആധാരമാക്കിയുള്ള കഥാപാത്രമാക്കിയുള്ള നോവലായിരുന്നു അർത്ഥനായിക. അത് ഒരു മുഖ്യധാരയിൽ ആദ്യമായിട്ട് ഈ PK റോസിയെ ആദ്യമായിട്ട് ഒരു അടയാളപ്പെടുത്തുന്ന നമ്മുടെ മലയാളത്തിൻ്റെ മുഖ്യധാരയിൽ വീണ്ടെടുക്കുന്ന കൃതിയായിരുന്നു നഷ്ടനായിക. അപ്പോൾ അത് ധാരാളം ഗവേഷണമൊക്കെ ചെയ്തിട്ട് അതിനെ ചെയ്തത്. അപ്പോൾ ആ നഷ്ടനായിക എന്ന നോവല് അത് ഇറങ്ങിയപ്പോൾ തന്നെ ഉടൻ തന്നെ അതിന് സത്യം പറഞ്ഞാൽ ഒരു ചലച്ചിത്രപരമായിട്ട് അതിനെപ്പറ്റിയുള്ള സാധ്യതകൾ ഉടൻ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നു. അത് അന്വേഷണങ്ങളുണ്ടായി. ആദ്യം നമ്മുടെ ബ്ലസ്സി ആയിരുന്നു ആദ്യം അത് ചെയ്യാനായിട്ടിരുന്നത്. അപ്പോഴേക്ക് തന്നെ കമൽ വന്നിരുന്നു. കമൽ വന്നപ്പോൾ ബ്ലസ്സി അത് ഒരു കമ്മിറ്റ് ചെയ്തുകൊണ്ട് അന്ന് അത് കമലിന് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് ബ്ലസ്സിയും അത് ഒരു തക്ക നിർമ്മാതാവിനെ അന്ന് കിട്ടിയില്ല. ആ സമയത്ത് പൃഥ്വിരാജ് ആയിരുന്നു അന്ന് നായകനൊക്കെ. പക്ഷെ അന്ന് ചില കാരണങ്ങളാൽ അന്ന് അത്രത്തോളം ഒരു നിർമ്മാതാവിനെ വേണ്ട രീതിയിൽ അന്ന് ലഭിച്ചില്ല. തുടർന്ന് ഇത് രഞ്ജിത്ത്, നമ്മുടെ പ്രശസ്ത സംവിധായകനായ രഞ്ജിത്ത് അതിന് മുന്നോട്ട് വന്നു. ലെനിൻ രാജേന്ദ്രൻ വന്നു. ഇവരൊന്നും പക്ഷേ അത് ഒരു സിനിമയാകാനൊന്നും പല കാരണങ്ങളാണ്. സിനിമയുടെ മേഖല എങ്ങനെയാണ്, പല പല കാരണങ്ങളുണ്ട് അതിൽ. അപ്പോൾ അത് സംഭവിച്ചില്ല. പക്ഷെ വീണ്ടും കമൽ അതിന് മുന്നോട്ട് വരികയും അങ്ങനെ അതൊരു യാഥാർത്ഥ്യമായ സിനിമ. വീണ്ടും പൃഥ്വിരാജ് തന്നെ നായകനായിട്ട് മമത മോഹൻദാസും ഈ ചാന്ദിനി എന്ന് പറയുന്ന പുതുമുഖ നടി അവളായിരുന്നു ഇതിലെ PK റോസി എന്ന പെൺകുട്ടിയായിട്ട് അഭിനയിക്കുകയും അത് വലിയൊരു വിജയം. മലയാള സിനിമ അത് ബോക്സ് ഓഫീസിലും വിജയിച്ച് ഏകദേശം 100 ദിവസങ്ങളോളം തിയേറ്ററുകളിൽ അത് ഓടി. ധാരാളം അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചു. മലയാള സിനിമയുടെ ചരിത്രം, അതായത് ഇതിൻ്റെ തുടക്കത്തിൻ്റെ ചരിത്രം പറയുന്ന സിനിമ എന്ന രീതിയിൽ അത് തീർച്ചയായിട്ടും അത് എക്കാലത്തെയും മലയാള സിനിമയിലെ ഒരു നായികക്കല്ലായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. പിന്നീട് കുറേ സിനിമകൾ, വേറെയും പല സിനിമകൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കലാധരൻ എന്ന ഡയറക്ടർ, രാജീവ് നാഥ്, പ്രശസ്തനായിട്ടുള്ള നമ്മുടെ രാജീവ് നാഥ് ചെയ്ത സിനിമയുണ്ട്. പുതിയ സംവിധായകനായിട്ടുള്ള മുസ്തഫ ചെയ്തൊരു സിനിമയുണ്ട്. അങ്ങനെ പലരും, പിന്നെ രാകേഷ് ഗോപൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ചെയ്ത സിനിമയുണ്ട്. അങ്ങനെ ബാക്കി സിനിമകളും അങ്ങനെ കടന്നു പോകുന്നു. സാഹിത്യത്തിലും സിനിമയിലും ഒക്കെ നിരവധി പുരസ്കാരങ്ങൾ അങ്ങേക്ക് ലഭിക്കുകയുണ്ടായി. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? സത്യത്തിൽ മുരളിയുടെ ഈ ചോദ്യത്തിന് കൗതുകകരമായ ഒരു ഉത്തരമാണ് എനിക്ക് നൽകാനുള്ളത്. കാരണം നിരവധി പുരസ്കാരങ്ങളെന്ന് ചോദ്യത്തിൽ പരാമർശമുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് എൻ്റെ കൗതുകകരമായ വസ്തുത. കാരണം ഏകദേശം 3 പതിറ്റാണ്ടോളമായിട്ട് ഞാൻ സാഹിത്യരംഗത്ത് ഇപ്പോൾ എത്തി നിൽക്കുന്നു. സിനിമയിൽ ഇപ്പോൾ 8 സിനിമകൾ ചെയ്തു, മുമ്പേ പറഞ്ഞതുപോലെയുള്ള സിനിമകളൊക്കെ ചെയ്തു. എങ്കിലും ഈ പുരസ്കാരങ്ങളുടെ ഒരു പട്ടിക നിരത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും പല പ്രഭാഷണങ്ങളും ഒക്കെ പറയാറുണ്ട്, അവരടുത്ത് എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി. അതായത് പുരസ്കാരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 വർഷം മുമ്പ് എഴുതി തുടങ്ങിയ ഒരു 20 വയസ്സുള്ള പെൺകുട്ടിക്കോ ഒരു ആൺകുട്ടിക്കോ പോലും എന്നേക്കാൾ അധികം പുരസ്കാരങ്ങളുടെ പട്ടിക നിരത്താനുണ്ടാകും. പലരും ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഒരു 10 സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ കഥയാണ് അവർക്ക് പറയാനുള്ളത്. അത് മിക്കവാറും ഇപ്പോൾ ഉള്ളവർക്കെല്ലാം എഴുത്തിലേക്കൊക്കെ ഒരു 30 വയസ്സാകുമ്പോഴേക്ക് എത്രയോ പുരസ്കാരങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെയാണ് അവരുടെ മുമ്പിലുള്ളത്. പക്ഷെ എനിക്ക് ആകെ ഈ 3 പതിറ്റാണ്ട് കൊണ്ട് ഈ 3 പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അതാണ് ഞാനിത് പറഞ്ഞൊരു കൗതുകകരമായ കാര്യമെന്ന് പറയുന്നത്. അത് ഇതൊക്കെയാണ് ഓരോ നമ്മുടെ മൊത്തത്തിലുള്ള സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തിലൊക്കെ നടക്കുന്ന പലവിധ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഫലം എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ അതിനെപ്പറ്റി പറയാം. ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഇത്രയും എണ്ണപ്പെട്ട പലതരത്തിലുള്ള സഹൃദയരുടെ ശ്രദ്ധ നേടിയിട്ടുള്ള കൃതികളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടും ചെയ്തിട്ടും 3 പുരസ്കാരങ്ങളാകെ. അത് SBT കഥാപുരസ്കാരം, അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, മുൻകാലങ്ങളിൽ ഇപ്പോഴേതില്ല, ഉണ്ടായിരുന്ന മികച്ച കഥാസമാഹാരത്തിനുള്ളൊരു പുരസ്കാരവും, പിന്നെ ഒരു പ്രേംജി പുരസ്കാരം എന്ന് പറയുന്ന ഒരു പ്രാദേശിക തലത്തിലുള്ളൊരു പുരസ്കാരമാണ്. പിന്നെ മാധ്യമം അവരെ പത്ര ഗ്രൂപ്പ് നടത്തുന്ന KA കൊടുങ്ങല്ലൂർ പുരസ്കാരം. ഇങ്ങനെ 3 പുരസ്കാരങ്ങളാണ് ആകെ കൂടി എനിക്ക് ഇത്രയും കാലം ഈ 3 പതിറ്റാണ്ട് കൊണ്ടിൽ ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും, ഇന്ന് മലയാളത്തിൽ ഇത്രയും കാലം എഴുതുന്ന സജീവമായിട്ട് നിന്നിട്ടുള്ള എഴുത്തുകാരിൽ ഏറ്റവും കുറഞ്ഞ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരേ ഒരു എഴുത്തുകാരൻ ഞാൻ മാത്രമാണ്. അതെനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മറ്റൊന്ന്, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നത് നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് തുറന്ന് പറയുന്നത്. മറ്റൊന്നുള്ളത് സിനിമയുടെ കാര്യത്തിൽ പിന്നെ ഈ മുമ്പേ പറഞ്ഞതുപോലെ സത്യത്തിൽ സാഹിത്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ സിനിമയിൽ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള മെക്സിക്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ പുരസ്കാരം വളരെ എണ്ണപ്പെട്ട ഒരു പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ പുരസ്കാരങ്ങൾ, ഞാൻ വിശ്വസിക്കുന്നത് പുരസ്കാരങ്ങളല്ല ഒരാളുടെയും ഒരു എഴുത്ത് ജീവിതത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത്, പുരസ്കാരങ്ങൾ കൊണ്ടല്ല ഒരാളെ അളക്കേണ്ടത്. പക്ഷേ എങ്കിലും പലപ്പോഴും നമ്മൾ പല ഔദ്യോഗിക അതിൻ്റെ നാൾ വഴികളിലും അല്ലെങ്കിൽ പട്ടികകളിലും ഒക്കെ നോക്കുമ്പോൾ ഈ പുരസ്കാരങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഒരാളെ അയാളുടെ ഒരു മൂല്യം അളക്കുന്നത്. അയാളുടെ കൃതികളുടെ ഒരു മഹത്വമോ അതിൻ്റെ ഒരാഴങ്ങളോ ഒന്നും അല്ല പലപ്പോഴും അവിടെ പരാമർശിക്കപ്പെടുന്നു. ഇയാൾക്ക് എത്ര പുരസ്കാരം കിട്ടി, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ പിന്നോക്കമാണ് ഞാൻ.
ബാക്കി സഹൃദയർ തീരുമാനിക്കട്ടെ.